ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നാലാമത്തെ ഈ ദിവസത്തിൽ ജൗഹറത്തു തൗഹീദിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് നമ്മൾ നടത്തുന്നത്. 14-ാമത്തെ വരി മുതൽ 17-ാമത്തെ വരി വരെ 4 വരികൾ അഷേഖുൽ അല്ലാമ ഇബ്രാഹിം അൽ-ലഖാനി റഹിമഹുല്ലാ മഹാനര് എന്താണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം, ഇതാണ് പഠിപ്പിക്കുന്നത്. വജ്സിം ബി അന്ന അവ്വലം മിമ്മാ യജിബ് മഅരിഫത്തുൻ വഫീഹി ഖുൽഫുൻ മുന്തസിബ്. 14-ാമത്തെ വരിയാണത്. വജ്സിം, നീ ഉറപ്പിച്ചോളൂ, ബി അന്ന അവ്വലം മിമ്മാ യജിബു, ഒരു വിശ്വാസിക്ക് നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ കാര്യം മഅരിഫത്തുൻ, അള്ളാഹുവിനെ അറിയുക എന്ന സംഗതിയാണ്. ഏറ്റവും ആദ്യം അള്ളാഹുവിനെ അറിയൽ എന്നതാണ് വേണ്ടത്. ഒഫീഹി, ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഖുൽഫുൻ മുന്തസിബുൻ, ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ട്. ആ അഭിപ്രായ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ അത് ഒരു പൊരുളിലേക്കിറങ്ങുന്ന ഒരഭിപ്രായ വ്യത്യാസം അല്ല, ഒരു ഭിന്നതയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിനെ അറിയൽ എന്ന സംഗതിയാണോ ആദ്യം നിർബന്ധമാകുന്നത്? അങ്ങനെയാണ് എന്നൊരഭിപ്രായം അല്ല. അള്ളാഹുവിൻ്റെ അറിവിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചിന്തയാണ് ഏറ്റവും ആദ്യം നിർബന്ധം. അതാണ് മറ്റൊരഭിപ്രായം. ഈ പറയപ്പെടുന്ന ചിന്തക്ക് വേണ്ടി ഒരുങ്ങലാണ് ഏറ്റവും ആദ്യത്തെ കാര്യം, നിർബന്ധം എന്നതാണ് മറ്റൊരഭിപ്രായം. അപ്പോൾ ആത്യന്തികമായി പറഞ്ഞാൽ, ആറ്റിക്കുറുക്കി പറഞ്ഞാൽ, അള്ളാഹുവിനെ അറിയൽ എന്നത് തന്നെയാണ് അവിടെ നടക്കുന്ന കാര്യം. കാരണം അള്ളാഹുവിനെ അറിയൽ എന്നത് തന്നെയാണ്, അല്ല അതിനു വേണ്ടിയുള്ള ചിന്തയാണ്, അല്ല ആ ചിന്തക്ക് വേണ്ടിയുള്ള ഒരുങ്ങലാണ്. ചിന്തയാന്ന് പറഞ്ഞാലും ചിന്തക്ക് വേണ്ടി ഒരുങ്ങലാന്ന് പറഞ്ഞാൽ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിന്തയിലൂടെ കിട്ടുന്നത് അള്ളാഹുവിൻ്റെ അറിവ്. അപ്പോൾ സംഗതി ഒരു തത്വത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരഭിപ്രായ വ്യത്യാസം അല്ലാതെ ഈ പറഞ്ഞത്. കാരണം വിഷയം അവസാനം എത്തിച്ചേരുന്നത് അള്ളാഹുവിൻ്റെ അറിവ് എന്നിടത്തേക്ക് തന്നെയാണ്. ഈ അള്ളാഹുവിൻ്റെ അറിവ് എന്നത് അതെങ്ങനെയാ? അറിയൽ എന്നുള്ളത് എങ്ങനെയാ? അത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അറിയലാണ്. 15-ാമത്തെ വരിയിൽ പറയാണ്, ഫൻളുർ ഇലാ നഫ്സിക സുമ്മന്തഖിലി ലിൽ ആലമിൽ ഉൽവിയ്യി സുമ്മ സുഫ്ലി. അപ്പോൾ അതിനു വേണ്ടി നീ ചെയ്യേണ്ടത് നീ ചിന്തിക്കലാണ്. ഇലാ നഫ്സിക, നീ നിന്റെ സ്വന്തം തടിയെ, ശരീരത്തെപ്പറ്റി ചിന്തിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. സുമ്മന്തക്കിൽ, പിന്നെ നീ നീങ്ങണം, ചിന്താപരമായിട്ട് നീ നീങ്ങണം. ലിൽ ആലമിൽ ഉൽവി, മേൽഭാഗം ആകുന്ന ലോകത്തേക്ക്. സുമ്മ സുഫിലി, പിന്നെ താഴ്ഭാഗമാകുന്ന ലോകത്തേക്ക്. മേൽഭാഗം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് ആകാശങ്ങളും നക്ഷത്രങ്ങളൊക്കെയാണ്. ആകാശങ്ങൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. താഴ്ഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അന്തരീക്ഷം, മേഘം, ഭൂമിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, അതൊക്കെയാണ്. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നീ ചിന്തിക്കണം. അങ്ങനെയാണ് നിനക്ക് അള്ളാഹുവിൻ്റെ അറിവ് കിട്ടുക. ആ ചിന്തിക്കൽ നീ നടത്തിയാൽ, അടുത്ത വരി 16-ാമത്തെ വരിയിൽ പറയുന്നു, തജിദ് ബിഹി സുൻ അൻബദി അൽ ഹികമി,
ലാക്കിൻ ബിഹി ഖാമ ദലീലുൽ ആദമീ. ഈ ദുനിയാവിനെ, അത് മേൽഭാഗം താഴ്ഭാഗം നേരത്തെ പറഞ്ഞു, ഇതിനെപ്പറ്റിയൊക്കെ നീ ചിന്തിക്കാൻ തയ്യാറായാൽ ഈ ലോകത്തിൽ നിനക്ക് മനസ്സിലാകും, ഈ ലോകം അതിൻ്റെ കാര്യത്തിൽ നിനക്ക് മനസ്സിലാകും. സുനാൻ ബദി അൽ ഹിക്കമി, വളരെ ഉറപ്പുള്ള എന്നാൽ ഒരു മുൻ മാതൃകയില്ലാത്ത ഒരത്ഭുത നിർമ്മാണം നിനക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു നിർമ്മാണത്തിന് മുന്നേ ആരും പ്ലാൻ ചെയ്തു കൊടുത്തിട്ടില്ല. ഈ പറയപ്പെടുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നാം പരിശോധിക്കുമ്പോൾ ആലമിനെയാണ് ചിന്തിക്കേണ്ടത്. ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി എന്ന അതിൻ്റെ മാന, അള്ളാഹു അല്ലാത്ത സർവ വസ്തുക്കളും. അതിനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഉറപ്പുള്ള നിർമ്മാണം, അതിലൊരു മുൻ മാതൃകയില്ലാത്ത നിർമ്മാണം. നമ്മളൊരു വീടൊക്കെ പണിയുമ്പോൾ അവിടെ ഒരു പ്ലാൻ ഉണ്ടാകും, ആ പ്ലാൻ വെച്ചുകൊണ്ടാണ് നിർമ്മാണം നടക്കുന്നത്. എന്നാൽ അൽ മുഹദസ് മിൻ ഗൈരി മിസാലിൻ സാബിഖിൻ എന്നാണ് ബദീഅ് എന്ന് പറയുന്നതിൻ്റെ ആശയം. മുൻ മാതൃകയില്ലാത്ത ഒരു സൃഷ്ടിപ്പ്. ഇങ്ങനെയൊക്കെ വലിയ കൗതുകകരമായ അതിശയകരമായ ഒരു നിർമ്മാണമായിട്ടാണ് ഈ ലോകത്തിനെ നിനക്ക് ഗ്രഹിക്കാൻ കഴിയുക. ലാക്കിൻ പക്ഷേ ബിഹി കാമ ദലീലുൽ ആദമി, ആ പറയപ്പെടുന്ന ലോകം ഉണ്ടല്ലോ, ലോകം, ആ ലോകത്തിന് ഇല്ലായ്മയുടെ തെളിവ് അവിടെ ആ ലോകത്തെ സംബന്ധിച്ച് ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാകും. ഇല്ലായ്മയുടെ തെളിവുണ്ട് അതിൽ. എന്ന് പറഞ്ഞാൽ ഈ ലോകം എല്ലാ കാലവും മുമ്പേ തന്നെ ഉണ്ടായിരുന്നത് അല്ല, എല്ലാ കാലവും അതങ്ങനെ തന്നെ ഉണ്ടാകും എന്നതും അല്ല. ഒരു ഇല്ലായ്മ ഇവിടെ ഉണ്ട്. ആദ്യം ഇല്ലാതിരുന്നു, പിന്നെ ഉണ്ടായി, ഇനിയും അത് ഇല്ലാതെയാകും. ഈ ലോകത്തുള്ള ഓരോ ഘടകങ്ങളെ നാം എടുത്ത് പരിശോധിച്ചാലും നമുക്കതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയുള്ള ഈ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും നാം നോക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇല്ലായ്മ, പിന്നെ ഉണ്ടാകുന്നു, പിന്നെ അത് ഇല്ലാതെയാകുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ വിവേകശാലികളായ മനുഷ്യർ, ആ മനുഷ്യ സമൂഹത്തിലെ ഓരോ വ്യക്തികളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ആ വ്യക്തി ഇല്ലാതിരുന്നു, പിന്നെ ഉണ്ടായി, ഇനി ആ വ്യക്തി ഇല്ലാതെയാകും. അങ്ങനെയല്ലേ ഓരോ വസ്തുക്കളുടെ അവസ്ഥകളും നമുക്ക് മനസ്സിലാകുക. അപ്പം ലോകത്തിന് ഇല്ലായ്മ എന്നൊരു സംഗതി ഉണ്ട്. ഇല്ലായ്മ ആദ്യവും ഉണ്ടായിരുന്നു, ഇല്ലാതിരുന്നു, പിന്നെ ഉണ്ടായി, അതാണ് ലോകം. അതിനാണ് ഹാദിസ് എന്ന് പറയുന്നത്. ഹാദിസ് എന്ന് പറഞ്ഞാൽ അതാണ്, ഇല്ല പിന്നെ ഉണ്ടായി, അങ്ങനെയുള്ളത്. വകുല്ലു മാ ജാസ അലൈഹിൽ ആദമു അലൈഹി ഖത്അൻ യസ്തഹീലുൽ ഖിദമു. ഏത് വസ്തുക്കൾക്ക് ഇല്ലായ്മ എന്നത് അതിന് പറ്റിയതാണോ, അതിനുണ്ടായിരുന്നോ, ഇല്ലായ്മ എന്നത് അതിനുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഏത് വസ്തുവുണ്ടോ അലൈഹി ഖത്അൻ യസ്തഹീലുൽ ഖിദമു, ആ വസ്തുവിന് ഖിദമ് എന്നത് മുഹാലാണ് എന്ന്. ഖിദമ് എന്ന് പറഞ്ഞാൽ പണ്ടേ ഉണ്ടായത്, ആദ്യം ഇല്ലാതിരിക്കൽ. ആദ്യം ഇല്ലാതിരിക്കൽ എന്നത് ആ വസ്തുവിന് മുഹാലാണ്. മുഹാൽ എന്ന് പറഞ്ഞാൽ അസംഭവ്യം, അത് നടക്കൂല. ഇല്ലായ്മ എന്നത് ഉണ്ടായിരുന്നു, ഒരു വസ്തുവിന് ഇല്ലായ്മ ഉണ്ട്, പിന്നീടാണ് ആ വസ്തു ഉണ്ടായത്. അങ്ങനെ ഇല്ലായ്മ എന്നത് പറ്റുമെങ്കിൽ ആ വസ്തുവിന് ഖിദം എന്നത് പറ്റാത്ത കാര്യമാണ്. ഖിദം എന്ന് പറഞ്ഞാൽ ആദ്യമില്ലായ്മ, തുടക്കമില്ലായ്മ. തുടക്കമില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിക്കേണ്ടതാണ്. അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണത്. തുടക്കമില്ലായ്മ, അതാണ് ഖിദം.
തുടക്കം ഇല്ലായ്മ എന്നത് അള്ളാഹു അല്ലാത്ത വേറെ ആർക്കും പറ്റൂല. അപ്പൊ ഈ ലോകം എന്ന് പറയുന്നത് ഹാദിസ് ആണ്. ഹാദിസ് എന്ന് പറഞ്ഞാൽ ഇല്ല പിന്നെ ഉണ്ടായതാണ്. അപ്പോൾ അവിടെ പറയാനുള്ള കാര്യം കുല്ലുമാക്കാന ഹാദിസൻ ലാ ബുദ്ദ ലഹു മിൻ മുഹദിസിൻ, അതാണ് അതിൻ്റെ വിശദീകരണം. അങ്ങനെ ഇല്ലാതിരുന്നിട്ട് ഉണ്ടായ ഏത് വസ്തു ഉണ്ടോ ലാ ബുദ്ദ ലഹു മിൻ മുഹദിസിൻ, അതിനെ ഉണ്ടാക്കാൻ ഒരാൾ വേണം. ഫൽ ആലമു ബി ജമീഇ അജ്സാഇഹി യഹ്താജു ഇലാ മുഹദിസിൻ. അപ്പോൾ ഈ ലോകത്തിന് ഒരു മുഹദിസ് വേണം, ഒരു ഉണ്ടാക്കിയ ആൾ വേണം. വഹുവല്ലാഹു തആല, ആ ആളാണ് അള്ളാഹു. അൽ ബാരിഉ, അവൻ സൃഷ്ടാവാണ്. അൽ മുസവ്വിറു, അവൻ രൂപപ്പെടുത്തിയവനാണ്. അൽ ഖഹാറു, അവൻ എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനാണ്. അൽ വാഹിദു, അവൻ ഏകനാണ്. അസ്വമദു, അവൻ നിരാശ്രയനാണ്. അൽ ജബ്ബാറു, അവനെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അങ്ങനെ ബാരി ആയ, മുസവ്വിറായ, ഖഹാറായ, വാഹിദായ, സ്വമദായ, ജബ്ബാറായ ഒരല്ലാഹു, ആ അള്ളാഹുവാണ് ഇല്ലായ്മയിൽ നിന്ന് ലോകത്തെ ഉണ്ടാക്കിയത്. അള്ളാഹുവിനെ അറിയൽ എന്നതാണ് ആദ്യത്തെ കാര്യം. ഉസ്താദിൻ്റെ കുറച്ച് വിശദീകരണമുണ്ട് ഇവിടെ. അള്ളാഹുവിനെ അറിയൽ, ആ അള്ളാഹുവിനെ അറിയൽ എന്നുള്ളത് നമുക്കെങ്ങനെ അത് പ്രാപ്യമാകും, സാധ്യമാകും? അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ഹഖീഖത്തിനെ, യഥാർത്ഥ സത്തയെ മനസ്സിലാക്കൽ എന്നുള്ളത് നമുക്ക് സാധിക്കില്ല. അത് അറിയാൻ അള്ളാഹുവിനല്ലാതെ കഴിയില്ല. സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കിതാബുകളിൽ നമുക്ക് കാണാം. കശ്ഫുൽ ഖഫാ എന്ന ഹദീസ് കിതാബിലൊക്കെ അത് കാണാം. എന്താണ് ഹദീസ്? തഫക്കറൂ ഫീ ഖൽഖില്ലാഹ് ലാ തഫക്കറൂ ഫില്ലാഹ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിങ്ങൾ ചിന്തിച്ചോളൂ, അള്ളാഹുവിൽ നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കണ്ട. അള്ളാഹുവിൽ ചിന്തിക്കുക. അള്ളാഹു എന്ന സത്തയുടെ യാഥാർത്ഥ്യമെന്ത്, ആ ചിന്തയ്ക്ക് നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ചിന്തിക്കുക. അപ്പോൾ അള്ളാഹു എന്ന ഒരു ശക്തി ഉണ്ട്, ആ ശക്തിയാണ് ഇതിനെയൊക്കെ ഉൽപ്പാദിപ്പിച്ചത് എന്നിടത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അത് മതി. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തികൾ, അതിൻ്റെ പ്രകടനങ്ങളാണ് അള്ളാഹു ലോകത്ത് നിർമ്മിച്ചു വച്ചിരിക്കുന്ന വസ്തുക്കൾ. മിനൽ അർശി ഇലൽ ഫുറുഷി, അർശ് മുതൽ നമ്മുടെ വിരിപ്പ് വരെ എല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണത്തിൻ്റെ ഫലങ്ങളാണതെല്ലാം. ഫകുല്ലു ദർറത്തിൻ ഫിൽ ആലമി ഷാഹിദത്തുൻ ബിവുജൂദി സാനിഇഹാ കമാ അന്നഹാ ഷാഹിദത്തുൻ ബിവഹ്ദതിഹി. ഈ ലോകത്തുള്ള എല്ലാ അണുക്കളും സാക്ഷി പറയുന്നുണ്ട് ഇതിനെ നിർമ്മിച്ച ഒരാളുണ്ട്. ആ അണുക്കളെല്ലാം സാക്ഷി പറയുന്നുണ്ട് ആ നിർമ്മിച്ച ആൾ വാഹിദാണ്. വ ഖുദ്റത്തിഹി വ ഇൽമിഹി വ ഹിക്മത്തിഹി വ ഇറാദത്തിഹി, ആ ആൾ ഖാദിറാണ്, എല്ലാം കഴിവുള്ള ആളാണ്. അവനെല്ലാം അറിയുന്നവനാണ്, അവനാണ് എല്ലാം ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ലോകത്തുള്ള എല്ലാ അണുക്കളും നമ്മെ അറിയിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെപ്പറ്റി ചിന്തിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ അറിവിലേക്ക് നമ്മെ എത്തിക്കുന്ന കാര്യം. പരിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുലിൻദുറൂ മാദാ ഫിസ്സമാവാതി വൽ അർള്. നബിയെ ആ സമൂഹത്തോട് പറയണം, നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചിന്തിക്കൂ, ആകാശങ്ങളിലും ഭൂമിയിലും എന്താണുള്ളതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ എന്ന് സമൂഹത്തോട് പറയണം നബിയെ എന്ന് അല്ലാഹു പറഞ്ഞു. സൂറത്ത് യൂനുസിൻ്റെ 101-ാമത്തെ ആയത്ത്. ഒഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്നില്ലയോ? സൂറത്തു ദാരിയാത്തിൻ്റെ 21. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി
ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. ആലു ഇമ്രാൻ സൂറത്തിൻ്റെ 190. നിശ്ചയമായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നതിലൊക്കെ ഉണ്ട് വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. 190 ആയത്തിൽ ആലു ഇമ്രാൻ. അപ്പൊ ചിന്തിക്കണം. ആ ചിന്തയിലൂടെയാണ് അള്ളാഹുവിൻ്റെ ആസ്തിക്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹു തആല നമ്മെ യഥാർത്ഥ വിശ്വാസികളായി ജീവിപ്പിച്ച് മരിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.